നമ്മൾ കുറ്റാലം വെള്ളച്ചാട്ടത്തിലാണ് നിൽക്കുന്നത്. എന്തുവാ ചൊണ്ണേ? നമ്മൾ കുറ്റാലം വെള്ളച്ചാട്ടത്തിലാണ് നമ്മുടെ ഭായിമാരെ കൊണ്ടുപോകാൻ പോകുന്നത്. നമ്മൾ ഭായിമാരത് പറഞ്ഞിട്ടില്ല. ജിലേബി ഉണ്ട്, ജിലേബി, വലിയ ജിലേബി. ഇത് 1 കിലോ 200 രൂപയാണ് ഗൈസ്. അവിടെ ഇരിപ്പുണ്ട്. ബഹുത്ത് അച്ഛാ ക്യാ ഹൈ? തൂത്തുക്കുടി അല്ല, തൂത്തുക്കുടി ഇല്ല, രാമേശ്വരം ഓർ ധനുഷ്കോടി. തുമ്മാരാ ഫേവറേറ്റ്? എനിക്ക് നോക്കാം അതിന്റെ ഐശ്വര്യ. ഓ ലുക്കാണ് അവിടെയൊക്കെ. ഇതിങ്ങനെ പിച്ചെടുത്ത് കുറച്ച് ചട്നി കൂട്ടി ഇങ്ങനെ അടിക്കണം. നമ്മുടെ ആദർശ് മച്ചാൻ ഡിക്കി വെച്ച് അടച്ചതാണ് രാവിലെ. ഹലോ ഗൈസ്, അപ്പൊ ഞാനും നമ്മുടെ ആദർശ് മച്ചാനും കൂടെ നമ്മുടെ ആദർശ് മച്ചാന്റെ അച്ഛന്റെ കുറച്ച് കോൺട്രാക്റ്റിലെ കുറച്ച് ബംഗാളി കൊണ്ട് ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പൊ നമ്മൾ നേരെ ആലഞ്ചേരി പോയി അവരെ പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്കത് ഫുള്ളൊരു വ്ളോഗായിട്ട് നമ്മൾ ഇടുന്നതാണ്. ഇതാണ് ഫുൾ വ്ളോഗ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ആലഞ്ചേരി പോയിട്ട് അവരെ പിക്ക് ചെയ്തുകൊണ്ട് നേരെ നമ്മൾ ധനുഷ്കോടിക്ക് വിടുവാണ്. പാട്ടൊക്കെ ഇട്ട് ചില്ലാവാൻ പോണു ഗൈസ്. അപ്പോൾ നമുക്ക് ബാക്കി ധനുഷ്കോടിയിൽ നമുക്ക് ആദ്യം പോയി ബംഗാളിൽ നമുക്ക് വണ്ടി കയറ്റാം. നമ്മുടെ നോർത്ത് ഇന്ത്യയുടെ ഭയ്യാ ഹായ് പോലെ ഭയ്യാ. നമ്മൾ നേരെ കോവിൽപ്പട്ടി എത്തിയപ്പോഴാണ് ഇവിടുത്തെ സീറ്റ്സ് കണ്ടത്. ജിലേബി ഉണ്ട്, ജിലേബി, വലിയ ജിലേബി. ഇത് 1 കിലോ 200 രൂപയാണ് ഗൈസ്. അവിടെ ഇരിപ്പുണ്ട്. വെറൈറ്റി സാധനങ്ങളല്ല. ഭായിമാരെല്ലാരും കിടക്കുവാണ് ഗൈസ്. റോഡില് പാവരിച്ച ചെറ്റൊക്കെ ഇട്ട് നമ്മൾക്കിങ്ങനെ ശങ്കരൻകോവിൽ റീച്ച് ആയിട്ടുണ്ട്. ഭായിമാരെല്ലാരും തഴയില് ഒരുത്തന്റെ കയ്യിലേക്ക് വെച്ചിട്ട് കിടക്കുവാണ് ഗൈസ്. നല്ല റോഡ്. എന്റെ വൈബ് ഗൈസ്. നമ്മളപ്പം ഭയ്യമാരെല്ലാം കൂടെ ചേർന്ന് രാമേശ്വരത്തോട്ട് പോവുകയാണ്. ആദ്യം നമ്മൾ രാമേശ്വരത്തോട്ടാണ് പോകുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ നേരെ ധനുഷ്കോടി. ഓക്കെ, അപ്പം ഭായിമാരെല്ലാവരും ക്ഷീണിച്ചു തോന്നുന്നു. ബൈ Jayada bhai. Hi guys. How are you today? Hi bro. Subscribe ചെയ്യാൻ പറ എല്ലാവരും. Subscribe, like, comment, share. എല്ലാം ചെയ്യ്. പറ മലയാളത്തിൽ പറ. രാമേശ്വരം മലയാളത്തിൽ പറ ഭയ്യ, മലയാളത്തിൽ പറ. എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഷെയർ ചെയ്യണം. എല്ലാവരും പറ, ഹിന്ദിയിൽ പറ, മലയാളത്തിൽ പറ. അല്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ. ട്രിപ്പ് എങ്ങനെയുണ്ട്? ട്രിപ്പ് അടിപൊളി. ഓക്കെ. അപ്പം നമ്മുടെ ഭായിമാരെല്ലാരും നല്ല എക്സൈറ്റ്മെന്റിലാണ്. നേരെ അവരാദ്യമായിട്ടാ ഭയ്യ ഫസ്റ്റ് ടൈം രാമേശ്വരം? ഫസ്റ്റ് ടൈം. ഓക്കെ, ഭയ്യല്ല ഫസ്റ്റ് ടൈമാണ് നമ്മൾ രാമേശ്വരത്ത് പോകുന്നത്. എക്സൈറ്റ്മെന്റ്. എല്ലാരും നല്ല ഹാപ്പിയാണ്. ഹാപ്പിയാണോ? അതെ, അത്രേ ഉള്ളൂ. അയ്യോ, അപ്പൊ നമ്മള് നേരെ ഇവിടുന്ന് എത്ര കിലോമീറ്ററാ? 100 കിലോമീറ്ററാ? 120. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു 120 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മൾ ഇനി 120 കിലോമീറ്റർ വണ്ടി ഇപ്പം നിർത്തി. എല്ലാവരും നല്ല ടയേർഡാണ്. നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇപ്പം തിരിച്ച് രാമേശ്വരത്തോട്ട് വിടുന്നതാണ്. അപ്പോൾ അവിടുത്തെ വ്യൂസ് ഞങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ നേരെ നിൽക്കുന്നതോ കാറൊക്കെ പറന്ന് ചാടി വരുന്നുണ്ട്. ഭയ്യ രാമേശ്വരം എത്തിയില്ല, ഇപ്പോഴും ഒരുങ്ങണ്ട. ഭായിമാരെല്ലാവരും ഒരുക്കുക. ഭായി സിംഗിൾ. ഭായിക്ക് നല്ലൊരു പെണ്ണുണ്ടെങ്കിൽ ഒപ്പിച്ചു കൊടുക്കണം. ഭായി ബഹുത്ത് സിംഗിള്. ഭായിമാരെല്ലാം പൊളിയ. രാവിലെ ഭായിയുടെ കൈ കാണിച്ചാണ്.
ബായുടെ കൈ നമ്മുടെ ആദർശം വെച്ചാൽ ഡിക്കി വെച്ച് അടച്ചതാണ് രാവിലെ. പാവപ്പെട്ട വണ്ടി സൈഡ് ഇവിടെ പിടിച്ചോണ്ടിരുന്നതാ. സൈഡ് പിടിച്ചോണ്ടിരുന്ന സമയത്ത് ആദർശം വെച്ചാൽ വന്നൊരു ഒറ്റയായിരിക്കും. ഭാഗ്യത്തിന് ഒടിഞ്ഞില്ല. ഒടിഞ്ഞ വയ്യ, കുഴപ്പമില്ല. ഓക്കെ ആണോ? വേദനയുണ്ടോ? വേദനയില്ല. ഓക്കെ. രാമേശ്വരം പോണല്ലേ, വേദന പോയി. ഓ വായ്മരെല്ലാരും ഒരേ എൻജോയ്മെന്റാ. കൃഷ്ണഭായി അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോസ്റ്റ് ചെയ്തിരിക്കുക. ആ റോഡിൽ നടക്കുമെന്ന് നിൽക്കല്ലേ. ടോട്ടൽ നമ്മള് 1 2 3 4 5 6 7 8 പേരുണ്ട് ഗൈസ്. എല്ലാരും സെൽഫി എടുപ്പൊക്കെ. ഇനിയിപ്പം ഇൻസ്റ്റയില് ഫിൽറ്ററൊക്കെ ഇട്ട് അവരുടെ വീഡിയോസ് ഒക്കെ ചെക്ക് പിന്നെ നോക്കിക്കോ. ഉപ്പുപാടമാണ് ഗൈസ്. നമ്മൾ പോകുന്ന വഴിക്ക്, രാമേശ്വരം പോകുന്ന വഴിക്ക് കണ്ടതാണ് ഉപ്പുപാടം. അപ്പൊ എല്ലാരും കാണാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ കിടക്കുന്ന മൊത്തം ഉപ്പാണ്, ഉപ്പുപാടം. ഇത് രാമനാട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, രാമനാട്. ഭയ്യാ ഉപ്പുപാടം എങ്ങനെയുണ്ട്? ഭായിമാര് കോമഡി കേട്ടോ. ബായ് ബായ് ഒരു പോസ്. വാവ്. ആ ഇങ്ങോട്ടോ ഇതിരാവോ. ഇതെന്തുവാ ഇത്? അത് ഉപ്പുപാടം. പോയി നോക്കിട്ടോ. ഓക്കെ സൂപ്പർ. വായ്മാരൊക്കെ ഒരേ ലെവല്, വേറെ ലെവല്. എൻ്റെ അമ്മോ. അങ്ങനെ നമ്മള് കുളിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഗൈസ്. അയ്യാ കുളിക്കാം. ചാടുന്നോ? കുളിച്ചിട്ട് പിന്നെ പോണം കേട്ടോ. എവിടെ പോണം? രാമേശ്വരം പോവാം, ഉറപ്പ്. പിന്നല്ല. ഭയ്യ കുളിക്കാം, ചാടിക്കോ. ഓക്കെ, അപ്പൊ നമുക്ക് തോട്ടക്കടുത്ത് കുളിക്കാൻ പോവാം. ഭയ്യ കുളിക്കാൻ വരുന്നില്ലേ? ബാത്തിങ് വാ. അപ്പോൾ കുളിച്ചിട്ട് ഇനി ബാക്കി യാത്ര കുളിച്ചിട്ട് പോകാം ഗൈസ്. ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റുകളാണ്. നമ്മൾ നേരെ രാമേശ്വരം എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കാറിലിരുന്നിട്ട് നമ്മുടെ ഭായിമാര് എൻജോയ് ചെയ്യാൻ പോവാണ്. ഭായിമാർ എൻജോയ്. ഇപ്പൊ എവിടെ നമ്മളിരിക്കുന്നേ? രാമേശ്വർ. ഓക്കെ നമ്മള് ഭായിമാരെ രാമേശ്വരത്ത് നമ്മളവിടെ നേരെ കാണുന്ന ആ ടെമ്പിളാണ്. അവിടെ നമ്മൾ ഇറക്കി വിട്ടിട്ട് നമ്മൾ നേരെ സ്ലീപ്പിംഗ് ആണ്. കോൺട്രാക്ടർ ഷിജു ഒക്കെ വിളിക്കുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ നേരെ ഭായിമാരെ കൊണ്ടിറക്കി വിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്. അതാണ് രാമേശ്വരം. പോലീസ് ട്രാഫിക് നിയന്ത്രിക്കാൻ പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. അതാണ് രാമേശ്വരം ടെമ്പിൾ. ഭയ്യാ രാമേശ്വരം ടെമ്പിൾ വന്നിട്ടോ? എന്താ ചീത്ത വിളിച്ച? നമ്മളങ്ങനെ രാമേശ്വരം ടെമ്പിൾ വന്ന്. ഇതാണ് നമ്മുടെ രാമേശ്വരം ടെമ്പിള്. ഇതിന് മെയിൻ എൻട്രൻസ് ആണിത്. നമ്മളിതിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. നമ്മളതിന് അകത്തോട്ട് ഇന്ന് കയറുന്നില്ല, കാരണം നമ്മൾ കുളിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ ഭായിമാര് മാത്രമേ കയറുന്നുള്ളൂ. അപ്പൊ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളവിടെ കിടന്ന് ഉറങ്ങും. നമ്മുടെ ഭായിമാര് എൻജോയ് ചെയ്ത് പോയിട്ട് വരണം കേട്ടോ ഭായിമാരെ. ഓക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തോട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവാം. ഇത് ഇവിടെ സിനിമ റിലീസായതൊന്നുമല്ല. ഇവിടെ ആരുടെ കല്യാണം എന്തോ സംഭവമാണ്. കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ വിചാരിക്കും ഏതോ സിനിമ റിലീസായെന്നൊക്കെ. പറടാ. ഇപ്പോൾ നമ്മൾ ചിക്കൻ റൈസ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. നമ്മുടെ ആദർശ് മച്ചാനും നമ്മുടെ ഭായിമാരും എല്ലാവരും ഉണ്ട്. ഭായ് ചിക്കൻ റൈസ് എപ്പിടി ഇருக்கு? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടോ? ഓക്കെ. ഭായിമാരെല്ലാവരും എന്തൊക്കെയാ പൊറോട്ടയും എല്ലാവരും തട്ടി വിടുക ഗൈസ്. നമ്മളങ്ങനെ ഒരു ചിക്കൻ ലെഗും കൂടെ ഓർഡർ ചെയ്ത്, ആദ്യം ഒരെണ്ണം ഓർഡർ ചെയ്തോളൂ, എന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് 2 രൂപ ഓർഡർ ചെയ്തതാണ്. പക്ഷേ നല്ല കിട്ടിയില്ല സാധനം, നല്ല ക്വാണ്ടിറ്റി, നല്ല സൈസിൽ നല്ല കിട്ടിയില്ല സാധനം. എടാ പക്ഷെ എങ്ങനെ ഉണ്ടോ? കിട്ടില്ലല്ലേടാ ഭയ്യ. ചിക്കൻ എപ്പി ഇருக்கு ഭയ്യ? ചിക്കൻ ലെഗ് പീസ്. ഓ ഭയ്യ അറിഞ്ഞ് കയറ്റുവാ. കിട്ടില്ല സാധനമാണ് ഗൈസ്. അപ്പം ഞാൻ ഈ കടയുടെ ലൊക്കേഷൻ
നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മധുരയിൽ പോകുന്നവരോ അല്ലെങ്കിൽ ഇതിനൊക്കെ ധനുഷ്കോടി രാമേശ്വരമൊക്കെ പോകുന്നവർ ഒന്ന് ജസ്റ്റ് കയറി ട്രൈ ചെയ്തിട്ട് പോകും. നല്ല കിടിലം സ്പോട്ടാണ്, നല്ല കിടിലം ഫുഡുമാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തൂത്തുക്കുടി എത്തിയിട്ടുണ്ട്. തിരിച്ച് നേരെ നാട്ടിലോട്ട് പോവാണ്. ഭയ്യ എങ്ങനെ ഉണ്ടായിരുന്നു? രാമേശ്വരം ആയിരുന്നോ നല്ലത്, ധനുഷ്കോടി ആയിരുന്നോ നല്ലത്? രാമേശ്വരം സൂപ്പറായിരുന്നോ? ധനുഷ്കോടിയോ? സൂപ്പർ. ഏതാ ഇഷ്ടപ്പെട്ട? बहुत अच्छा क्या है? बहुत अच्छा क्या है? തൂത്തുക്കുടി അല്ല, തൂത്തുക്കുടി ഇല്ല, രാമേശ്വരം ഓർ ധനുഷ്കോടി? തുമ്മാരാ ഫേവറേറ്റ്? നമ്മൾ നമ്മുടെ ഭായിമാർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ കുറ്റാലം വെള്ളച്ചാട്ടത്തിലൂടെയാണ് നമ്മുടെ ഭായിമാരെ കൊണ്ടുപോകാൻ പോകുന്നത്. നമ്മൾ ഭായിമാരത് പറഞ്ഞിട്ടില്ല. ആക്ച്വലി അവരുടെ ബഡ്ജറ്റ് അത്ര ഇല്ലായിരുന്നു, അത് വല്ല സർപ്രൈസ്. പിന്നെ അവർക്ക് നാളെ ജോലിക്ക് കയറണം 2 പേർക്ക്. അത് ഇവൻ്റെ ഫാദറിൻ്റെ കമ്പനിയല്ല, വേറെ കോൺട്രാക്റ്റിൽ വർക്കിൽ ജോലി ചെയ്യുന്നവരാ. അവർ ഇന്ന് കയറിയില്ലെങ്കിൽ നാളെ നാട്ടിൽ പൊക്കോളം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ കുറ്റാലം വെള്ളച്ചാട്ടത്തോട്ട് പോകുന്ന വഴിക്കാണ്. അപ്പം അവരെ അത് അവിടെ നിന്ന് ഇറങ്ങി കുളിപ്പിച്ചിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ച്. അമ്മമാരൊന്നും കണ്ടിട്ടില്ല, അമ്മമാർ ഇവിടെ നിന്ന് പുറത്തുനിന്നല്ലേ. അപ്പം എന്തെങ്കിലും ഒരിടത്തൂടെ കൊണ്ടുപോകണമെന്ന് അടുത്ത് നല്ല പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മർക്ക് മീനാക്ഷി ടെമ്പിൾ കാണുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നടന്നില്ല, അവർക്ക് ടൈമില്ല, അതുകൊണ്ട് നടന്നില്ല. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കുറ്റാലത്ത് കയറാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഇങ്ങനെ എത്ര കിലോമീറ്റർ ഉണ്ടാകും? അപ്പോൾ ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ ഉള്ളു. നമ്മൾ സ്ട്രീറ്റ് അങ്ങോട്ട് പോവാം. പിന്നെ ഇവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചു. കാറ്റടി കഴിയാം. നമ്മൾ തമിഴ്നാട്ടിൽ ബോർഡർ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം. അതന്നെ ആ കട കാണിച്ചില്ല. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കാൻ കയറിയ കടയുടെ പേര് ഗ്രാമത്ത് തെണ്ടൽ എന്നാണ്. നല്ല കിടിലം കടയാണ്, കിടിലം ഫുഡ്. ഇവിടുത്തെ ഇഡലി സൂപ്പർ ആട്ടോ, ഒരു രക്ഷയില്ല. ഇഡലിയും സമൂസ എല്ലാം 10 രൂപയുള്ളൂ. ബോണ്ട 10 രൂപ, സമൂസ 10 രൂപ, ഇഡലി 10 രൂപ, എല്ലാം നല്ല കിടിലം ഫുഡ്. ഒന്നും പറയാല്ല, മോശമായിട്ട് ഒന്നും പറയാല്ല. നമ്മുടെ ഭായിമാർ ആദ്യമായിട്ട് ആസ്വദിച്ച് കഴിച്ചത് ഇവിടെ. ഭായിമാരെല്ലാം 10 ഇഡലിയൊക്കെ വെച്ചാൽ കഴിച്ചത്. 10-15 ഇഡലിയൊക്കെ അമ്മമാർ കഴിച്ചത്. ഇന്നലെ ഫുഡ് കഴിച്ചൊന്നുമില്ല, ഇന്നലെ വലുതായിട്ട് കഴിച്ചില്ല അമ്മരെങ്കിലും. സംഭവം കൊള്ളാം. ഇത് എൻ്റെ വഴിയെന്ന് വെച്ചാൽ തെങ്കാശിയിലോട്ട് പോകുന്നത്. തെങ്കാശി പോകുന്നുണ്ട്, ഗ്രാമത്ത് തെണ്ടൽ. അപ്പോൾ നമ്മളിതിൻ്റെ ലൊക്കേഷൻ നമ്മൾ എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ നല്ലത്. ഇവിടെ ഫുള്ള് കാറ്റാടിക്കഴയാണ്. നമുക്ക് മനസ്സിലാവും നമ്മുടെ കൊല്ലം പുനലൂരൊക്കെ വിട്ട് കഴിഞ്ഞാൽ തെങ്കാശിലോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് കാറ്റാടിക്കഴയായിരിക്കും. ഇവിടെ കാറ്റാടിക്കഴ കണ്ടു തുടങ്ങുമ്പോഴേ മനസ്സിലാവും ഒരുടാ കേരളം വിട്ടെന്ന്. നമ്മൾ കടയുടെ ഉള്ളിലെ വ്യൂ കാണിച്ചു തരാം. കടയുടെ ഉള്ളിലൊക്കെ ഇരിക്കാനുള്ള നല്ല കിടിലൻ പ്ലേസാണ്. വില്ലേജ് തെണ്ടർ, ഗ്രാമത്ത് തെണ്ടർ. വായ്മാരൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയുണ്ടോ? നല്ല കിടിലൻ സമൂസയും വടയും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്, നല്ല കിടിലം ഫുഡാണ് ഗൈസ്. ആരെങ്കിലും ഇതുവഴി പോകുന്നവരുണ്ടെങ്കിൽ വിശക്കുവാണെങ്കിൽ നല്ല കിടിലം ഫുഡ് രാവിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഉച്ചയ്ക്ക് ഇതിന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. രാവിലെ നല്ല കിടിലം ഫുഡ് കഴിക്കാൻ നല്ല കിടിലം സ്പോട്ടാണ്. ഓ വെയിൽ നല്ലോണം. മധ്യാഹ്നം എന്നാ ഫുഡ് இருக்கும்? சொல்லுங்க. சிக்கன் சாப்பாடு இருக்கும், சிக்கன் ரைஸ் இருக்கும், பரோட்டா, குஸ்கா, வேற காடை இருக்கு, கருவாரி இருக்கு, எல்லாமே இருக்குல்ல? ഓക്കെ. രാവിലെ വെച്ച ഫുഡൊക്കെ സൂപ്പറായിരുന്നു. അപ്പം ഉച്ചയ്ക്കും നല്ല കിടിലം ഫുഡ് കിട്ടും. എല്ലാവരും രാവിലെ കിട്ടിയ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉച്ചയ്ക്ക്. നല്ല കിടിലം ഫുഡാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. നമ്മൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വടയൊക്കെ നല്ല സോഫ്റ്റ് വട ഇല്ലടാ. വടയൊക്കെ പക്ക സോഫ്റ്റ് വടയാണ്. എനിക്ക് നോക്കാം അതിൻ്റെ ലുക്കാണ് വടയൊക്കെ. ഇതിങ്ങനെ പിച്ചെടുത്ത് കുറച്ച് ചട്നി കൂട്ടി ഇങ്ങനെ അടിക്കണം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ നേരെ ഭായിമാരം കൂട്ടി നേരെ തിരിക്കാൻ പോവാണ്. നമുക്ക് ഇന്ന് വൈകുന്നേരം അങ്ങ് ചെല്ലണം. അപ്പോൾ ആദർശേ പോവാം. ആണോ ബൈണ? ചെന്ന നമ്മൾ നേരെ റൂമിലോട്ട് ഓടണോ? കുളിച്ചിട്ട് പോയാലോ? കുളിച്ചിട്ട് പോവാം. ഒരു ചെറിയ സർപ്രൈസ് തരട്ടെ, ഒരു ചെറിയ ഗിഫ്റ്റ്.
എന്തെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? കുളത്തിൽ കുളിക്കണോ, ഷവറിൽ കുളിക്കണോ, ബാത്റൂമിൽ പോയി കുളിക്കണോ? എവിടെ പോയി കുളിക്കണം പറ. ഭയ്യ പറ. കുളത്തിലോ? കുളത്തിൽ കുളിക്കണോ? ഇന്നലെ കുളിച്ചില്ല, കുളത്തിൽ കുളിച്ചാൽ മതിയോ? ഓക്കെ ആണോ? ആ സ്ഥലമല്ല. ആ അതുപോലല്ല, അതിന് വലിയ ഇരട്ടി ബിഗ് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം. ഓക്കെ ആ ഓക്കെ. ആ ടീം കാളിയോ? എന്ത് മനസ്സിലായോ? എന്ത് മനസ്സിലായോ? എന്തുവാ ചൊണ്ണേ? ചൊണ്ണേ എന്നെ ചൊണ്ണ? അതിന്റെ പേരെന്തുവാ? ঝর্ণা পারানি ঝর্ণা বাংলা কায়রম ঝর্ণা মালিয়ালাম ইন্দো কায়রম വെള്ളച്ചാട്ടം. বেল্লাচাটা আমরা বাঙালি কায়রম ঝর্ণা ചൊണ്ണ. ഹാപ്പി ആയോ? ഹാപ്പി ഭയ്യ? ഹാപ്പി ഒന്ന് ഉറക്കെ പറ. দেখলাম না আমি হ্যাপি ഹാപ്പി. ബാക്കി ആളുണ്ടോ? ബാക്കി നമ്മൾ കുറ്റാലം വെള്ളച്ചാട്ടത്തിലാണ് നിൽക്കുന്നത്. ഫാൾസ് നേരെ കാണുന്നത് അവിടെയാണ് ഫാൾസ്. നമ്മുടെ ഭയ്യന്മാരെല്ലാവരും അവിടെയാണ്, നമ്മൾ മാത്രം. ഞാനിപ്പോൾ ഫോൺ എടുക്കാൻ വന്നത്, ഞാൻ കുളിച്ചിട്ട് ഫോൺ എടുക്കാൻ വന്നതാണ്, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇഷ്ടം പോലെ കടകളും ബജ്ജിക്കടകളും ഹൽവ കടകളും ഇഷ്ടംപോലെ ടീഷർട്ട്, അത് ഇത്, ചിപ്സ്, ബനിയൻ, എല്ലാ സാധനവും ഉണ്ട്. പിന്നെ അവിടെ അടുത്തൊരു അമ്പലമുണ്ട്. നൊങ്ക കിട്ടും കേട്ടോ, ഇവിടെ നൊങ്ക കിട്ടും. ഇവിടെ റേറ്റ് ഒരു നൊങ്കിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ അമ്പലത്തിൻ്റെ സൈഡിൽ അവിടെ പൂജ സാധനങ്ങളെല്ലാം വയ്ക്കുന്ന ഒരു ചെറിയൊരു കട. പിന്നെ ചിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ മെയിനായിട്ട്. പിന്നെ കുറേ വലിയ ടീഷർട്ടിൻ്റെ കടകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ ഭായിമാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല നമ്മൾ ഇതിനൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവരുമെന്ന്. അപ്പം അവർ അവിടെ ആദർശം അവരെല്ലാം അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് മാറി മാറി കുളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പം കാറ് പാർക്ക് ചെയ്തെടുത്തുനിന്ന് നമ്മുടെ പേഴ്സും ഫോണും ഒക്കെ എടുക്കാൻ വന്നതാണ്, കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ഫോട്ടോണതാ ഇവിടെ മൊത്തം ടീഷർട്ട് കടയും അതും കാര്യങ്ങളൊക്കെ ഫുള്ള്. ഇവിടെ വരുന്നവർ കുളിക്കാൻ വേണ്ടിയുള്ള ടീഷർട്ട്, ചിപ്സ്, മറ്റേ റൗണ്ട് പൊട്ടറ്റോ ചിപ്സ്, വട, ഉഴുന്നുവട, പരിപ്പുവട, കേക്ക്, ഐസ്ക്രീം. നല്ല വെയിലുണ്ട് കേട്ടോ, ഒടുക്കത്തെ വെയില. പക്ഷെ അതിൽ നിന്നിരുന്ന വെള്ളത്തിലിരുന്ന തണുപ്പ് എന്ന് പറഞ്ഞാൽ അത് അപാര തണുപ്പ് തന്നെ. അവിടെ ചെന്ന് നിന്ന് ആ തണുപ്പടിച്ച് ഞാൻ വിറച്ചു പോയി. അത്രയ്ക്ക് തണുപ്പ് കിട്ടില്ല, തണുപ്പ്. അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി ഗൈസ്. ഞാനാണെങ്കിൽ നമ്മൾ രാമേശ്വരത്ത് പോയപ്പം കാറിൻ്റെ വെളിയിൽ ചെരുപ്പിട്ടിട്ട് കിടന്ന് ഉറങ്ങിയതാണ്. ചെരുപ്പിട്ടിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ഭയ്യന്മാരെല്ലാവരും വന്നപ്പം നേരെ കതവ് അടച്ച് ചെരുപ്പ് അവിടെ നിന്ന് എടുക്കാൻ മറന്നുപോയി. അവിടെ കിടന്ന് ഉറങ്ങിയെടുത്ത് നിന്ന് ചെരുപ്പ് എടുക്കാൻ മറന്നുപോയി. ഇപ്പം ചെരുപ്പില്ലാതാണ് നടക്കുന്നത്. അത് വെയിലത്ത്. അയ്യോ, ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ പണ്ടത്തെ മേടിക്കുന്നത് മുട്ടായും കാര്യങ്ങളൊക്കെ, നാരങ്ങ മുട്ടായും ഓറഞ്ച് മുട്ടായും. പണ്ടൊക്കെ ഇതിനകത്ത് ഏതെങ്കിലും കടയിൽ എന്തെങ്കിലും കാണുമെന്നെങ്കിൽ അത് മേടിച്ചാൽ കിടന്ന് അമ്മയുടെ അടുത്ത് കരയുമായിരുന്നു. വണ്ടി അത് ഇപ്പം അതിനുള്ള ആ ക്രേസൊക്കെ പോയി. ഒരു പൊരുൾ 10 രൂപ. അപ്പോൾ ഏതെങ്കിലും 10 രൂപ കടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഭായിമാരൊക്കെ എവിടെയാണെന്ന് എന്തോ. നല്ല തിരക്കുണ്ട്. ഇവിടെ എപ്പോൾ വന്നാലും തിരക്കാണ് തോന്നുന്നു. ഇതിപ്പോൾ ഓണം സീസണും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് തോന്നുന്നു. പിന്നെ ഇവിടെ പ്രൊട്ടക്റ്റിന് അവിടെ പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. പിന്നെ അത് വേർതിരിച്ച് വെച്ചേക്കുക. നമുക്ക് മൊത്തത്തിൽ അവിടെ അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റൂല, ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. ആ ലിമിറ്റൊക്കെ വരെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഭായിമാരൊക്കെ അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഭായിമാരൊക്കെ കുളിച്ചിട്ട് റെഡിയായി കേട്ടാ. ഭായിമാരൊക്കെ കുളിച്ച് സുന്ദര കുട്ടന്മാരായല്ലേ. നമുക്ക് അവരുടെ ചോദിക്കാം എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഭയ്യാ എങ്ങനെയുണ്ട് ഭയ്യാ സ്ഥലം? അടിപൊളിയായ? ഇഷ്ടപ്പെട്ടാ? കുളിച്ചാ?
ഭയ്യ കുളിച്ചാ? ഇത് എത്ര പൈസ? ഇതോ? ഇത് 250. ചെന്നൈയിൽ നിന്ന് മേടിച്ചതാ. എങ്ങനെയുണ്ട് ഭയ്യ? സ്ഥലം കണ്ട് കുളിച്ചാ? കുറ്റാലം വാട്ടർഫാൾസ് ഇഷ്ടപ്പെട്ട ഭയ്യ? രാമേശ്വരാന്നോ ധനുഷ്കുടിയാന്നോ ഇതാണോ ഇഷ്ടപ്പെട്ടെ? ധനുഷ്കുടിയാണോ നല്ലത്? ധനുഷ്കുടിയാണോ ഇഷ്ടപ്പെട്ടെ? ഓ ബായിക്കോ ധനുഷ്കുടി ബായിക്കോ. ധനുഷ്കുടി രാമേശ്വരം വാട്ടർഫാൾസ്. രാമേശ്വരം ആ ബൈക്ക് രാമേശ്വരം ബായിക്കോ. ഏതാ ബൈ ഇഷ്ടപ്പെട്ടെ? ഓ മലയാളം നെഹി മാലും. ചുമ്മാ അല്ല ബായിക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? നല്ല സൂപ്പർ. ഏതാ ഇഷ്ടപ്പെട്ടെ? ഇതാന്ന് ഇഷ്ടപ്പെട്ടെ അതോ രാമേശ്വരം ഇഷ്ടപ്പെട്ടെ? അതോ ധനുഷ്കുടിയാണോ ഇഷ്ടപ്പെട്ടെ? ധനുഷ്കുടിയോ? എല്ലാവരും ധനുഷ്കുടി ഇഷ്ടപ്പെട്ട കേട്ടോ. ഹാപ്പി അല്ലേ ബൈ? ഹാപ്പി അല്ലേ? ഭയ്യാ ഇനി റൂമിൽ പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ റൂമിലോട്ട്. എന്താ പറഞ്ഞാ പക്ഷേ പോവാം. റൂമിലല്ലേ പോന്നെ? തണുത്ത വെള്ളം കൂടെ കുടിക്കാൻ തണുത്ത വെള്ളം കൂടെ തന്നേക്കും എനിക്ക്. പോയാ ഓക്കെ. ഹാപ്പി ഹാപ്പി കൃഷ്ണഭായി എന്തി? കൃഷ്ണഭായി ഹാപ്പി. നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഇത് വാട്ടർഫാൾസിൻ്റെ അടുത്ത് തന്നെ ഒരു ലോക്കർ മുറിയുണ്ട്. അപ്പോൾ നേരെ അവിടെ നോക്കി വെച്ചിരുന്നാൽ മതി. നമ്മളിത് എങ്ങും തേടിയല്ലേണ്ട, നമ്മുടെ വാട്ടർഫാൾസിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഭയ്യന്മാരെല്ലാവരും നമ്മുടെ കമ്പനി എത്തിയിട്ടുണ്ട്. ഹാപ്പി ജനി പോവാൻ പോയി കഴിഞ്ഞ് ഹാപ്പി അല്ലേ? അപ്പോൾ എല്ലാവരും പോയി റെസ്റ്റ് എടുത്തോ. ഓക്കെ എല്ലാവരും പോയി റെസ്റ്റ് എടുത്തോ.